ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. എല്ലാവരും നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിലാണ്, ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ് വേണ്ടി പറയാം അല്ലേ? അത് തന്നെ ആഘോഷം. അടുത്ത് ഇനി 3 ദിവസം കൂടെ ഉള്ളു വിഷുവിന്. അപ്പൊ വിഷു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു പരിപാടി അടുത്തായിട്ടില്ല. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഓണം. അപ്പൊ വിഷു നല്ല പോലെ എല്ലാവരും ആഘോഷിക്കും. വിഷുവിന്റെ പ്രധാനമെന്ന് പറഞ്ഞ കാര്യം വിഷുക്കഞ്ഞിയാണ്. അമ്മ വേറൊരു കാര്യമുണ്ട്, വിഷുവിന് ആഘോഷം ഇല്ലെങ്കിലും ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഘോഷമൊക്കെ ഉള്ള സമയം ഇതാണ്. കാരണം ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് അല്ലേ, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആഘോഷങ്ങളെല്ലാം. കാരണം ഞാൻ ഫുൾ ടൈം ഇവിടെ വീട്ടിലുണ്ട്, സ്കൂൾ അടച്ചിരിക്കുന്നു, അപ്പൊ അവധിയാണ്. പിന്നെ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പിലത്തെ വർഷങ്ങളിലും ഇതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളിലും ഈ ഒരു സമയത്ത് ഞാൻ സത്യത്തിൽ ഇവിടെ കാണാറില്ല. അത് തന്നെ, ഞാൻ യാത്രകളിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കൽക്കത്ത പോയി, അതിന് മുമ്പിലത്തെ വർഷം ജമ്മു കാശ്മീർ, ഡൽഹി, ആഗ്രയൊക്കെ പോയി. അങ്ങനെ കുറെ യാത്രകളൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ദൈവം സഹായിച്ച് അമ്മയുടെ ചാനൽ ഉള്ളത് കാരണം അമ്മേനെ സപ്പോർട്ട് ചെയ്യണതുകൊണ്ടും അത് തന്നെ സപ്പോർട്ട് ചെയ്യണതുകൊണ്ടും വെക്കേഷൻ ആയിട്ട് എങ്ങും പോകാൻ പറ്റിയിട്ടില്ലെന്ന് പറയാം. പക്ഷെ ഇനിയിപ്പോ പോകും അടുത്ത ആഴ്ച. നമുക്ക് ഇന്ന് എന്നാ ചെയ്യാൻ പോണേ, വിഷുവിന്റെ സ്പെഷ്യൽ വിഷു കഞ്ഞി. അപ്പൊ ഇന്ന് അമ്മ ചെലവില്ലാതെ അത് തന്നെ സാധാരണക്കാരുടെ വിഷുക്കഞ്ഞി. സാധാരണക്കാരന്റെ വിഷുക്കഞ്ഞി, ഞങ്ങളെപ്പോലുള്ളവരുടെ വിഷുക്കഞ്ഞിയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. നമ്മൾ വലിയ കഷ്ടപ്പാടും ഇല്ല, വലിയ ചെലവുമില്ല. എന്നാൽ നമ്മൾ വിഷുക്കഞ്ഞി ആഘോഷിച്ച് നല്ല അടിപൊളി കഞ്ഞിയാണ്. അപ്പൊ വിഷുക്കഞ്ഞി കേട്ട ആദ്യമായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത്, എത്ര അരിയും പിന്നെ എന്തൊക്കെ സാധനം? 1.5 ഗ്ലാസ് അരി. 1.5 ഗ്ലാസ്. സാധാരണ നമ്മളിപ്പം പച്ചരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചരി ഇരിപ്പുണ്ട്. പക്ഷെ പച്ചരി ഇട്ട് വരുമ്പോ ഒരു പച്ചരിയുടെ എന്ത് ചേർത്തല്ല പച്ചരിയുടെ ഒരു ടേസ്റ്റ് ആണ് മുമ്പ് നിൽക്കുന്നത്. സത്യത്തിൽ അമ്മയ്ക്ക് പച്ചരി ആവശ്യം ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഉണക്കലരി ആയിരുന്നു ഇഷ്ടം. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് ഉണക്കലരി ഇവിടെ, നമ്മുടെ ഉണക്കലരി തീർന്നു പോയി. ഉണക്കലരി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പുഴുക്കലരി, നമ്മുടെ സാധാരണ കുത്തരി, ഈ ഒരു ഉണക്കലരി ഒക്കെ മാറ്റിയിട്ട് നമ്മൾ സാധാരണ അരിയിട്ട് വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ കാണുന്ന എല്ലാ ആൾക്കാർക്കും സിമ്പിൾ ആയിട്ട് വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് വലിയൊരു പണിയോ ഭാരോ ഒന്നുമല്ല. അപ്പൊ നമ്മൾ 1.5 ഗ്ലാസ് അരി എടുത്തു, പിന്നെ 1 ഗ്ലാസ് പയർ, വൻപയർ, നമ്മുടെ സാധാരണ വെള്ള കളർ പയർ അല്ലെ, വൻപയർ. എല്ലാവർക്കും വിഷുവിന്റെ ഒരു വലിയ ആശംസകൾ എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് നമുക്ക് വിഷുക്കഞ്ഞിയിലേക്ക് കടക്കാം. നമ്മളിത് വിഷുക്കഞ്ഞിക്കാണ് നമ്മൾ ഇത്രയും പയർ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് 4 ഗ്ലാസ്സിന് ഒത്തിരി കുറവുള്ള നാടിക്ക് അത്രയും പയർ നമ്മൾ പതുക്കെ പച്ചക്കറി ഒന്ന് മാറ്റാന്ന് അടുത്തായിട്ട് വറുത്തെടുക്കാം. ഒത്തിരി മൂക്കുണ്ടാകട്ടോ, പച്ചക്കറി ഒന്ന് മാറിയാൽ മതി. ഒരു 1.5 ഗ്ലാസ് അരി എടുത്തു. ഈ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് വെള്ളം വെച്ച് കുതിർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുഴുക്കലരിയാണ്, നമുക്ക് ഉണക്കലരി ഇല്ലായിരുന്നു. പിന്നെ പച്ചരിക്ക് വെച്ചാൽ ഒരു പച്ചച്ചവ വരും. അപ്പൊ നമ്മൾ പുഴുക്കലരിയാണ്. ഞാനത് വെള്ളത്തിലിട്ടൊന്ന് കുതിരിട്ടൊന്ന് നോക്കാം, അപ്പൊ എളുപ്പം വേഗം നോക്കാം. പയറ് മൂക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരും. അപ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്തിട്ട് പയറ് വേറെയും അരി വേറെയും നമ്മൾ വേവിച്ച് മാറ്റി വെക്കും. പിന്നീട് നമ്മളൊരു 1/2 കിലോയിലും ഒരല്പം കൂടി ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇനി ഇതൊക്കെ ചേർത്ത് നമ്മൾ ഈ ശർക്കര ഉരുക്കി നമ്മൾ അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും കരടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കും നമ്മുടെ കഞ്ഞിക്ക്. അപ്പൊ അതുകൊണ്ട് ശർക്കര ഞാൻ ഉരുക്കി എടുത്തതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോറ് അങ്ങോട്ട് ഇടാം. ചോറെന്ന് പറഞ്ഞാൽ ഇച്ചിരി വേവാനുണ്ട് കേട്ടോ, ശർക്കരക്കകത്ത് കിടന്നത് വേവണം. അപ്പൊ ഈ പുഴുക്കലരി ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തത്. നമ്മളിച്ചിരി കൂടുതലാണ് ഉണ്ടാക്കുന്നത്, മറ്റേ അവിടെ 2-3 പേർക്കൊക്കെ കൊടുക്കണം. അപ്പൊ നമ്മളിത് വിഷുക്കഞ്ഞി വെക്കുന്ന എല്ലാവരും ഇതിന്റെ കൊടുത്ത് നമ്മളും കുടിക്കുന്നത് നമുക്കൊരു തൃപ്തിയാണ്. അതാണ് നമ്മൾ തന്നെ കുറെ വെച്ച് കുടിച്ചിട്ട് കാര്യം. ഞാൻ എന്തെടുത്താലും ഇച്ചിരി കൂടുതൽ എടുക്കും. ഞാൻ അത്യാവശ്യം നമ്മൾ ആരെങ്കിലും ഇച്ചിരി കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കും, പിന്നെ ഇല്ലാതെ വരരുത്. അപ്പൊ അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ ഞാനൊരു 1.5 ഗ്ലാസ് അരി 1 ഗ്ലാസ് പയറും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പോഴും വേവിച്ച് വെച്ച പയറും കൂടെ നമ്മൾ ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് വേവാനായിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ ഈ വിഷുക്കഞ്ഞി പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ വിഷുക്കഞ്ഞി ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏത് അരി ആയാലും നമ്മൾ കഞ്ഞി വയ്ക്കുന്ന കുത്തരി ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കുക്കറിനകത്തിട്ട് 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ പയറും കൊണ്ടായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് രാവിലെ പിള്ളേർക്കൊക്കെ കഴിഞ്ഞിട്ടുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ഗ്ലാസ് അവർക്ക് പിടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷമാണ്. ഞങ്ങൾ വിഷുക്കഞ്ഞി കുടിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർ വിഷുവിന് എന്നാടാ ഉണ്ടാക്കിയല്ലേ എന്നാടി ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഞങ്ങൾ വിഷുക്കഞ്ഞി കുടിച്ചെന്ന് പറയുമ്പോൾ അതൊരു അതൊരു വലിയ വലിപ്പം പോലെയാണ് പിള്ളേർ പറയുന്നതൊക്കെ. അല്ലെങ്കിൽ വിഷുക്കഞ്ഞി കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വിഷുക്കഞ്ഞി ഇല്ലായിരുന്നു പറയുമ്പോൾ അവർക്കൊരു സങ്കടമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് ഇച്ചിരി ശർക്കരയൊക്കെ ചേർത്ത് ഇച്ചിരി അരി ഇച്ചിരി പയറോ അല്ലെങ്കിൽ വെന്ത ചോറാണെങ്കിൽ തന്നെ
ഇച്ചിരി പയറും കൂടെ വേവിച്ച് അതിനകത്ത് ഇച്ചിരി ശർക്കരയൊക്കെ ചേർത്ത് തേങ്ങയിട്ട് അവർക്ക് വിഷുക്കഞ്ഞി കൊടുക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. അയ്യോ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം വിഷുക്കഞ്ഞി കുടിച്ചെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പിള്ളേർക്കൊക്കെ. പിന്നെ അതുപോലെ നമ്മൾ തന്നെ അയൽവക്കത്തുള്ളവർക്ക് അന്നേരം വിഷുക്കഞ്ഞി വെക്കാത്ത വീടുകളും ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു ശകലം കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. ഈ വിഷുവിനെന്ന് പറയുന്ന ഒരു ഓണം പോലെ അല്ല വിഷു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭയങ്കര സദ്യയാണ്. പരിപ്പും പപ്പടം പായസം കൂട്ടി ഉണ്ണുന്നവരൊക്കെ ഉണ്ട്, പായസം വെക്കുന്നവരില്ലാത്തവരും ഉണ്ട്. അത് അവരവരുടെ ഇതനുസരിച്ചാണ് വിഷു സദ്യ ഒരുക്കുന്നത്. എന്നാലും ഉച്ചയാകുമ്പോൾ സദ്യയുണ്ട് വിഷുവിന്. ഇലയിട്ട് നമ്മൾ ഇലയിട്ട് വിഷു സദ്യ ഉണ്ണാറുണ്ട്. അപ്പോൾ അതാണ് ഈ വിഷുവിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. ഇതിലെല്ലാം പ്രാധാന്യം സദ്യയിലല്ല, അവരുടെ കൈനീട്ടമാണ്. കൈനീട്ടം എത്ര രൂപ കിട്ടിയെന്നാണ് പിള്ളേർ അങ്ങോട്ട് ഇട നിനക്ക് എത്ര രൂപ കിട്ടി വിഷു കൈനീട്ടം, അല്ലെങ്കിൽ നിനക്ക് എത്ര തന്നു, നിൻ്റെ വീട്ടിന് എത്ര തന്നു, അങ്ങനെ അവർക്കതൊരു ആഘോഷമാണ് ഈ കൈനീട്ടം. അതാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, വിഷു കൈനീട്ടമാണ്. അപ്പം നിങ്ങളും എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1 രൂപ ആണെങ്കിലും ഒരു വെള്ളി രൂപ ആണെങ്കിലും കൊടുക്കണം നമ്മൾ. പിന്നെ വിഷുക്കണി, അവരവരുടെ വീട്ടിലെല്ലാം വിഷുക്കണി ഒരുക്കും. വിഷുക്കണി ആ വിഷു കൈനീട്ടവും ഒക്കെ ഒരു ഭയങ്കര ആഘോഷമാണ്. നമുക്ക് നമ്മുടെ തലമുറയ്ക്കൊക്കെ ഒരു ഓർമ്മയാണ് ഈ വിഷു എന്ന് പറഞ്ഞാൽ. മേടമാസത്തിലെ വിഷു എന്ന് പറഞ്ഞൊരു ഭയങ്കര ആഘോഷമാണത്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇങ്ങനെ അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിക്ക് നോക്കണം എനിക്ക്, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുകയോ ഉരുളിക്കാതെ പോകുന്നതിലും മാറിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനത് കൂടെ ഇളക്കിക്കൊണ്ടുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. ഒന്നും ആയില്ല. അപ്പോൾ നമ്മളിതിനകത്തൊരു ശകല ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്ര ഉപ്പേ ഉള്ളൂ. ഇനി നമ്മൾ ചുരണ്ടി വെച്ചേക്കുന്ന തേങ്ങായും കൂടെ നമുക്ക് ഇടാം. അപ്പോൾ തേങ്ങായും കൂടി ശർക്കരക്കകത്ത് കിടന്നൊന്ന് ഒന്ന് പിടിക്കട്ടെ. ഇത്രയും തേങ്ങയുണ്ട്, നമ്മൾ ആ തേങ്ങായും കൂടെ അങ്ങ് ഇടുക. നമ്മൾ തേങ്ങാപ്പാലൊന്നും അല്ല ഒടിക്കും, നമ്മൾ തേങ്ങ ചുരണ്ടി ഇടുക. ഇപ്പം നമ്മുടെ കഞ്ഞി തേങ്ങാണ്ട് വെന്ത് കുറുകിയിട്ട് നമ്മളിന്ന് വാങ്ങാനുള്ള പരുവമാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ശകല ഏലക്കായ, ഒരു 5-8 ഏലക്കായ ഉണ്ട്, ചെറുതായിരുന്നു. ഒരു 5-8 ഏലക്കായും ഒരു 2 കിള്ളി ജീരകവും കൂടെ പൊടിച്ചതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് വേവറാം. അപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ വിഷുക്കഞ്ഞി വെക്കുമ്പോൾ ഇത്തിരി ജീരകവും ഏലക്കായും ഉണ്ടെങ്കിൽ, ഏലക്കായും ചുരുക്കം ആ വീടുകളിൽ ഉള്ളത്, ജീരകം കാണും, അതൊക്കെ ഇച്ചിരി പൊടിച്ചിട്ട് വിഷുക്കഞ്ഞി അതാണ്. ഇപ്പം പിന്നെ നമ്മളിപ്പോൾ ഇച്ചിരിച്ചൂടെ കാലം പുരോഗമിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളിച്ചിരി അണ്ടിപ്പരിപ്പും ഇച്ചിരി മുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്ത് വറുത്ത് ഇടുന്നുണ്ട്. നെയ്യുള്ളവരന്നും നെയ്യൊക്കെ ചേർത്ത് വയ്ക്കാണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീട്ടിലൊന്നും നെയ്യൊന്നും കാണത്തില്ല. നെയ്യ് അന്ന് പൈസ കൊടുത്തു അങ്ങനെ ആരും നെയ്യ് മേടിക്കില്ല. ഇപ്പം പിന്നെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നെയ്യ് മേടിക്കും. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആ നെയ്യും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. തേങ്ങ ചിരണ്ടി ഇടുന്നതിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ തേങ്ങ ചിരണ്ടി ഇടുമ്പോഴത്തേക്ക് അതൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കഞ്ഞിയുടേതായിട്ടുള്ളൊരു സ്റ്റൈല് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി ഇത് റെഡിയായി. നല്ല ഇത്രയും കൊഴുപ്പ് മതി. പിന്നെ ഇത് കുറഞ്ഞു പോയാൽ ഇച്ചിരി കഴിയുമ്പോൾ ചോറ് പോലാകും. ഇതാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാടൻ വിഷുക്കഞ്ഞി, പഴയ കാലത്തെ വിഷുക്കഞ്ഞി. വിഷുക്കഞ്ഞി ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കണമെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും, വേറെ സ്ഥലത്തോട്ട്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു വിഷുക്കഞ്ഞിയുടെ രീതിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ വിഷുക്കഞ്ഞി അനുസരിച്ച് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് നമുക്ക് ഇച്ചിരി കുടിച്ച് ഭയങ്കര ചൂടാകട്ടെ, പക്ഷെ കുടിക്കത്തില്ല, ഭയങ്കര ചൂടാണ്. നല്ല അടിപൊളി കഞ്ഞിയാണ് കേട്ടോ, നല്ല രുചിയും. നമ്മുടെ പഴയ നാടൻ കഞ്ഞിയാണ്, പഴയ കാലത്തെ കഞ്ഞിയാണ്, പുതിയ കഞ്ഞിയല്ല. എല്ലാവർക്കും വിഷുവിൻ്റെ മംഗളം നേരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളും ഇതുപോലെ ചിലവില്ലാത്തൊരു വിഷുക്കഞ്ഞി വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത്, ഇപ്പോൾ സ്കൂളടച്ച് പിള്ളേരെല്ലാം ഇങ്ങനെ ഇരിക്കുമല്ലയോ, അപ്പോൾ ഇങ്ങനെ അവർക്കും കൊടുത്ത് നമ്മളും വിഷു എല്ലാം ആഘോഷിച്ച് വിഷുക്കൈനീട്ടം കൊടുത്ത് കണിയൊക്കെ അവരെ കാണിച്ച് നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വിഷു വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എനിക്ക് ചെയ്യാറുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണ്. എല്ലാവർക്കും നന്ദി.